ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇടുക്കി കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് വാഗമൺ. കോടയിറങ്ങുന്ന പുൽമേടുകൾ, തേയിലത്തോട്ടങ്ങൾ, അരുവികൾ, പൈൻമരക്കാടുകൾ എന്നിങ്ങനെ പ്രകൃതി സൗന്ദര്യത്താൽ സമ്പന്നമാണ് വാഗമൺ. വാഗമണ്ണിലെ ടൂറിസ്റ്റ് പ്ലേസുകളും ടൈം, ചാർജ്, ലൊക്കേഷൻ തുടങ്ങിയ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഈരാറ്റുപേട്ട വഴിയാണ് പോകുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കരിക്കാട് വ്യൂ പോയിൻ്റ്. ഈരാറ്റുപേട്ടയിൽ നിന്ന് വാഗമണ്ണിലേക്കുള്ള യാത്രയിൽ കാണാൻ പറ്റുന്ന വ്യൂ പോയിൻ്റാണ് കരിക്കാട്. ആകാശത്തോളം ഉയരമുള്ള പച്ചപ്പ് നിറഞ്ഞ താഴ്വാരങ്ങൾക്കും മൂടൽമഞ്ഞിനും പേരുകേട്ടതാണ് ഈ വ്യൂ പോയിൻ്റ്. വാഗമണ്ണിലേക്ക് പോകുന്ന വഴി ഇവിടെ ഇറങ്ങി കാഴ്ചകളൊക്കെ കാണാം. കരിക്കാട് വ്യൂ പോയിന്റിൽ നിന്ന് 3 കിലോമീറ്റർ പോയാൽ വാഗമൺ ജംഗ്ഷനിലേക്ക് എത്താം. ഓഫ് റോഡ് റൈഡിന് ഇവിടെ ഒരുപാട് ജീപ്പ് അവൈലബിൾ ആണ്. മണിക്കൂറിനും ഡേ പാക്കേജ് ആയിട്ടും ജീപ്പ് ലഭിക്കും. ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ടേക്ക് തിരിഞ്ഞു പോയാലാണ് അഡ്വഞ്ചർ പാർക്ക്, വാഗമൺ മെഡോസ്, പൈൻ ഫോറസ്റ്റ് എല്ലാം വരുന്നത്. ആദ്യം നമുക്ക് ഇടത്തോട്ടേക്കുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വാഗമൺ ടീ ലേക്ക്. വാഗമൺ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ പോയാൽ തേയിലത്തോട്ടത്തിന് നടുവിലെ മനോഹരമായൊരു തടാകത്തിലേക്കെത്താം. വീടും തടാകത്തിന് കുറുകെയുള്ള തടിപ്പാലവും ബോട്ടിംഗ് സൗകര്യവുമൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഒരുപാട് സിനിമയുടെ ലൊക്കേഷനാണിത്. ഇതൊരു പ്രൈവറ്റ് ടീ എസ്റ്റേറ്റ് ആണ്. കയാക്കിംഗ്, പെഡൽ ബോട്ട്, റോ ബോട്ട് തുടങ്ങിയ പല ടൈപ്പ് ബോട്ടുകളും കുട്ടികൾക്കുള്ള പ്ലേ ഏരിയയും ഇവിടെയുണ്ട്. ഉളുപ്പുണി. ഇയോബിൻ്റെ പുസ്തകത്തിലൂടെ ഫേമസ് ആയ നാടാണ് ഉളുപ്പുണി. വാഗമണിൽ നിന്ന് പുള്ളിക്കാനത്തേക്കുള്ള റൂട്ടിലൂടെയാണ് ഉളുപ്പുണിയിലേക്ക് പോകേണ്ടത്. കാടും നീളത്തിൽ വളർന്നു നിൽക്കുന്ന പുൽമേടുകളും അതുവഴിയുള്ള സാഹസിക ജീപ്പ് യാത്രയുമാണ് ഉളുപ്പുണിയുടെ ആകർഷണങ്ങൾ. ഓഫ് റോഡ് ജീപ്പിൽ മാത്രമേ ഇവിടേക്ക് എത്താൻ സാധിക്കുള്ളൂ. വാഗമൺ ജംഗ്ഷനിൽ നിന്ന് ഇവിടേക്കുള്ള ജീപ്പ് ബുക്ക് ചെയ്യാം. 6 പേർക്ക് കയറാവുന്ന 3 മണിക്കൂർ വരുന്ന ട്രിപ്പിന് 2500 രൂപയാണ് ചാർജ് വരുന്നത്. ട്രക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് കിടിലം ഒരു ട്രക്കിംഗ് അനുഭവവും ഈ സ്ഥലത്ത് സമ്മാനിക്കും. ഉളുപ്പുണിയിൽ നിന്ന് നോക്കിയാൽ കുളമാവ് ഡാമിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഉളുപ്പുണി വാട്ടർഫോൾ. ഉളുപ്പുണി ഫോറസ്റ്റ് ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു വെള്ളച്ചാട്ടമാണിത്. ഇടുക്കി ഡാം റിസർവോയറിൻ്റെ ഒരു തുരങ്കവും ഇവിടെയുണ്ട്. കുറച്ച് നടന്നു പോകേണ്ടതുണ്ട്. വാഗമണിൽ നിന്ന് ഓഫ് റോഡ് ജീപ്പിൽ കയറുന്നതിൻ്റെ ഭാഗമായി ഈ വെള്ളച്ചാട്ടവും കാണാം. ഇനി നമുക്ക് വാഗമൺ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ടേക്കുള്ള സ്ഥലങ്ങൾ നോക്കാം. വാഗമൺ മെഡോസ്. വാഗമൺ ജംഗ്ഷനിൽ നിന്ന് 3 കിലോമീറ്റർ മാറി പച്ചപ്പും പ്രകൃതി രമണീയമായ കാഴ്ചകളും നിറഞ്ഞ ഒരു കൂട്ടം മൊട്ടക്കുന്നുകളാണ് വാഗമൺ മെഡോസ്. പുൽമേടുകളുടെ താഴ്വാരത്തിൽ ചെറിയ കുളങ്ങളുമുണ്ട്. മുതിർന്നവർക്ക് 25 രൂപയും കുട്ടികൾക്ക് 15 രൂപയുമാണ് ചാർജ്. രാവിലെ 9 മണി മുതൽ 6 മണി വരെയാണ് പ്രവേശനം. സിപ്പ് ലൈൻ, സ്കൈ സൈക്ലിംഗ്, ബോട്ടിംഗ് തുടങ്ങിയ ആക്ടിവിറ്റീസുമുണ്ട്. മൊട്ടക്കുന്നായതുകൊണ്ട് തന്നെ പകൽ നല്ല വെയിലായിരിക്കും. തങ്ങൾപ്പാറ. വാഗമൺ മെഡോസിൽ നിന്ന് 3 കിലോമീറ്റർ മാറി മലയുടെ മുകളിലാണ് തങ്ങൾപ്പാറ മഖാം സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കുന്നിൽ താമസിച്ചിരുന്ന ഒരു അഫ്ഗാനി സൂഫി സന്യാസിയായ ഹുസ്രത്ത് ഷെയ്ഖ് ഫരീദുദ്ദീൻ്റെ ശവകുടീരം പാറയോട് ചേർന്നുള്ളതിനാൽ ഈ സ്ഥലം മുസ്ലിങ്ങൾക്ക് മതപരമായ പ്രാധാന്യമാണുള്ളത്. ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണെങ്കിലും തങ്ങൾപ്പാറയിൽ നിന്ന് പർവ്വതങ്ങളുടെയും പച്ചപ്പിൻ്റെയും മനോഹരമായ കാഴ്ചകൾ കാണാം. 500 മീറ്ററോളം നടന്നു കയറേണ്ടതുണ്ട്. മുരുകൻമല. തങ്ങൾപ്പാറയ്ക്കും കുരിശുമലയ്ക്കും ഇടയിലാണ് മുരുകൻമലയുടെ ലൊക്കേഷൻ വരുന്നത്. ഒരൊറ്റ പാറയിൽ വെട്ടിയ മുരുകൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ഇവിടെയുള്ളത്. മുകളിൽ കയറിയാൽ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ കാണാം. വാഗമണ്ണിലേക്ക് വരുമ്പോൾ കരിക്കാട് വ്യൂ പോയിന്റ് കഴിഞ്ഞ് വഴിക്കടവിൽ നിന്ന് ഇവിടേക്ക് റോഡുണ്ട്. കുരിശുമല. മുരുകൻ മലക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് കുരിശുമല. ജാതിമത ഭേദമന്യേ ആർക്കും പ്രവേശനമുള്ള ഇവിടം വാഗമണ്ണിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു ഇടം കൂടിയാണ്. കുരിശുമല ആശ്രമവും ഡയറി ഫാമുമാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. മുകളിലേക്ക് നടന്നു കയറേണ്ടതുണ്ട്. കരിക്കാട് വ്യൂ പോയിന്റിനടുത്തു നിന്ന് ഇവിടേക്ക് നേരിട്ട് റോഡുണ്ട്. തങ്ങൾപ്പാറയിൽ നിന്നുള്ള വഴി വളരെ മോശമാണ്. പൈൻ ഫോറസ്റ്റ്. വാഗമൺ മെഡോസിൽ നിന്ന് 3 കിലോമീറ്റർ പോയാൽ പൈൻ ഫോറസ്റ്റിലേക്ക് എത്താം. 10 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീ. രാവിലെ 10 മണി മുതൽ 6 മണി വരെയാണ് എൻട്രി ടൈം. റോഡിൽ നിന്ന് 300 മീറ്ററോളം നടക്കാനുണ്ട്. വഴിയോട് ചേർന്ന് നിരവധി കടകളുണ്ട്. ഇവിടേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല.
ഒരു കുന്നിൻ ചെരുവിൽ ഏക്കർ കണക്കിന് സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന പൈൻ പ്ലാന്റേഷൻ. വാഗമണ്ണിലെ തണുപ്പ് കൂടുതലുള്ള സ്ഥലമാണ്. തണൽ വിറച്ച പൈൻ മരങ്ങൾക്കിടയിലൂടെ നടന്ന് കാഴ്ചകൾ കാണാൻ പറ്റും. ഹിൽ ഗാർഡൻ. പൈൻ ഫോറസ്റ്റിനടുത്തായി സ്ഥിതി ചെയ്യുന്ന 37 ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന ഗാർഡൻ കേരളത്തിലെ ആദ്യത്തെ ഓർക്കിഡ് ഗാർഡൻ എന്നറിയപ്പെടുന്നു. പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന അപൂർവ ഇനം ഓർക്കിഡുകൾ പൂന്തോട്ടത്തിലുണ്ട്. പൂക്കളെയും ചെടികളെയും ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ പറ്റിയ സ്പോട്ടാണ്. അധികം പൂക്കളൊന്നും ഇവിടെയില്ല. പുൽമേടുകളും ഇരിപ്പിടങ്ങളും ഒരു കുളവുമുണ്ട്. സന്ദർശകർക്ക് ഓർക്കിഡും മറ്റു പൂക്കളും വിത്തുകളും വാങ്ങാം. 25 രൂപയാണ് എൻട്രി ഫീ. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് എൻട്രി ടൈം. ഇവിടെ പെഡൽ ബോട്ടിങ്ങിനുള്ള സൗകര്യവുമുണ്ട്. അഡ്വഞ്ചർ പാർക്ക്. ഹിൽ ഗാർഡൻ അടുത്തുള്ള അഡ്വഞ്ചർ പാർക്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് എൻട്രി ടൈം. 25 രൂപയാണ് എൻട്രി ഫീ. പാർക്കിങ്ങിന് എക്സ്ട്രാ ചാർജ് ഉണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ്, സിപ്പ് ലൈൻ, സ്കൈ സൈക്കിൾ, ജെയിൻ സ്വിംഗ്, ബോട്ടിംഗ് തുടങ്ങി ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. പാരാഗ്ലൈഡിംഗ് ആണ് പ്രധാന ആകർഷണം. 10 മിനിറ്റോളം വരുന്ന റൈഡിന് 4500 രൂപയാണ് ചാർജ് വരുന്നത്. ഗ്ലാസ് ബ്രിഡ്ജ് 250 രൂപയാണ് ചാർജ്. പകൽ സമയം ഇവിടെ നല്ല വെയിലായിരിക്കും. പാഞ്ചാലിമേട്. വാഗമണിൽ നിന്ന് 27 കിലോമീറ്റർ മാറി കുട്ടിക്കാനത്തിനടുത്ത് സമുദ്രനിരപ്പിൽ നിന്ന് 2500 അടി ഉയരത്തിലാണ് മനോഹര കാഴ്ചകളുടെ കൊടുമുടിയായ പാഞ്ചാലിമേടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. പഞ്ചപാണ്ഡവർക്കൊപ്പം പാഞ്ചാലി ഇവിടെ താമസിച്ചിരുന്നതായാണ് ഐതിഹ്യം. കൽമണ്ഡപങ്ങളും പച്ചപ്പും നിറഞ്ഞ വ്യൂ പോയിന്റുകളുമാണ് ഇവിടുത്തെ കാഴ്ച. മുതിർന്നവർക്ക് 20ഉം കുട്ടികൾക്ക് 10 രൂപയുമാണ് ചാർജ്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6:30 വരെയാണ് പ്രവേശനം. പരുന്തുംപാറ. വാഗമണിൽ നിന്ന് 30 കിലോമീറ്റർ മാറി പീരുമേടിനടുത്ത് അഡ്വഞ്ചേഴ്സ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടാണ് കഴുകൻപാറ എന്നും അറിയപ്പെടുന്ന പരുന്തുംപാറ. പരുന്തിൻ്റെ തലയോട് സാമ്യം തോന്നിപ്പിക്കുന്ന പാറയുടെ മുകളിൽ നിന്നുള്ള ദൂരക്കാഴ്ച അതിമനോഹരമാണ്. ആകാശം മുട്ടി നിൽക്കുന്ന പച്ച പുതച്ച മലനിരകളും ദൂരെയായ ഒരു വെള്ളച്ചാട്ടവും നമുക്ക് കാണാം. നേരിയ മഴയുണ്ടെങ്കിൽ കോടമഞ്ഞ് നിറഞ്ഞ് പ്രദേശത്തെ കാഴ്ച മുഴുവൻ മറയും. മഞ്ഞ് മാറിയാൽ ശബരിമലക്കാടുകളുടെ വിദൂര ദൃശ്യം കാണുന്ന പരുന്തുംപാറയിൽ മകരജ്യോതി ദർശിക്കാൻ അയ്യപ്പ ഭക്തർ എത്താറുണ്ട്. റോഡിൽ വാഹനം പാർക്ക് ചെയ്ത് മുകളിലേക്ക് നടന്നു കയറേണ്ടതുണ്ട്. വാഗമണിലെ മറ്റു സ്ഥലങ്ങൾ നോക്കാം. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.